ഒരു സിനിമ ഫ്രണ്ടിന്റെ ഫോണിലേക്ക് അയക്കണം. ഡാറ്റ തീരാനും പാടില്ല. ബ്ലൂടൂത്തിന്റെ മെല്ലെ പോക്കും വേണ്ട. ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ എല്ലാം ഫോണിൽ ഒരു കാലത്ത് രക്ഷകനായി അവതരിച്ച ഒരു ആപ്പ് ഉണ്ടായിരുന്നു. ഫോണുകൾ തമ്മിൽ ചെറുതായൊന്ന് മുട്ടിച്ച് സെക്കൻഡുകൾ കൊണ്ട് GB കണക്കിന് ഫയലുകൾ കൈമാറിയിരുന്ന ആ നീല ഐക്കൺ ഓർമ്മയുണ്ടോ? സെൻഡർ. നമ്മുടെ എല്ലാം ഡിജിറ്റൽ ജീവിതത്തിലെ ഒരു ഹീറോ ആയിരുന്നു സെൻഡർ. പക്ഷേ പെട്ടെന്നൊരു ദിവസം ആ രക്ഷകൻ ഒരു വില്ലനായി മാറി. നമ്മുടെ എല്ലാം ഫോണുകളിൽ നിന്ന് അപ്രത്യക്ഷനായി. ഇന്ത്യൻ ഗവൺമെന്റ് നിരോധിച്ച 59 ചൈനീസ് ആപ്പുകളുടെ കൂട്ടത്തിൽ സെൻഡറും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടായിരുന്നു അത്? വെറും ഒരു ഫയൽ ഷെയറിംഗ് ആപ്പ് നമ്മുടെ രാജ്യത്തിന് എങ്ങനെ ഒരു ഭീഷണിയായി? നമ്മുടെ ഫയലുകൾക്കൊപ്പം നമ്മുടെ വിലപ്പെട്ട ഡാറ്റയും ആരെങ്കിലും മോഷ്ടിക്കുന്നുണ്ടായിരുന്നോ? സെൻഡറിന്റെ അറിയാക്കഥകളിലേക്ക് സ്വാഗതം. അധ്യായം 1. സെൻഡറിന്റെ സുവർണകാലം. ഹോസ്റ്റ്. എന്തുകൊണ്ടാണ് സെൻഡർ ഇത്രയധികം പോപ്പുലറായത്? ഉത്തരം ലളിതമാണ്. അത് വേഗതയേറിയതും എളുപ്പമുള്ളതുമായിരുന്നു. അതിവേഗം. ബ്ലൂടൂത്തിനേക്കാൾ 100 കണക്കിന് ഇരട്ടി വേഗത്തിൽ ഫയലുകൾ അയക്കാം. ഒരു ഫുൾ സിനിമ കൈമാറാൻ മിനിറ്റുകൾ മതിയായിരുന്നു. ഇന്റർനെറ്റ് വേണ്ട. ഡേറ്റ പാക്ക് തീരുമെന്ന പേടിയേ വേണ്ട. വൈഫൈ ഡയറക്റ്റ് ടെക്നോളജി ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിച്ചിരുന്നത്. എല്ലാത്തിലും പ്രവർത്തിക്കും. ആൻഡ്രോയിഡ്, ഐഫോൺ, ലാപ്ടോപ്പ്, ഏത് ഉപകരണങ്ങൾ തമ്മിലും ഫയലുകൾ അയക്കാമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ സെൻഡർ നമ്മുടെ ഡിജിറ്റൽ ജീവിതം വളരെ എളുപ്പമാക്കി. കോളേജ് കുട്ടികൾ മുതൽ സാധാരണക്കാർ വരെ എല്ലാവരുടെയും ഫോണിലെ സ്ഥിരം സാന്നിധ്യമായി ആ നീല ഐക്കൺ. അധ്യായം 2. നിരോധനത്തിന്റെ ഇടിമുഴക്കം. ഹോസ്റ്റ്. എല്ലാം ഭംഗിയായി പോകുമ്പോഴാണ് 2020 ജൂണിൽ ആ വാർത്ത വരുന്നത്. ഇന്ത്യയുടെ സുരക്ഷയ്ക്കും സ്വകാര്യതയ്ക്കും ഭീഷണിയാണെന്ന് കാണിച്ച് ഇന്ത്യൻ സർക്കാർ 59 ചൈനീസ് ആപ്പുകൾ നിരോധിച്ചു. ആ ലിസ്റ്റിൽ ടിക്ടോക്ക്, UC ബ്രൗസർ എന്നിവയ്ക്കൊപ്പം നമ്മുടെ സെൻഡറും ഉണ്ടായിരുന്നു. എന്തായിരുന്നു യഥാർത്ഥ കാരണം? സർക്കാർ പറഞ്ഞത് ഈ ആപ്പുകൾ ഇന്ത്യക്കാരുടെ ഡാറ്റ അനുവാദമില്ലാതെ ശേഖരിച്ച് ചൈനയിലുള്ള സെർവറുകളിലേക്ക് അയക്കുന്നുവെന്നാണ്. ഒരു ഫയൽ ഷെയറിംഗ് ആപ്പിന് നമ്മുടെ ഫോണിലെ കോണ്ടാക്റ്റുകൾ, ലൊക്കേഷൻ, സ്റ്റോറേജ് എന്നിവയിലേക്ക് പൂർണ്ണമായ ആക്സസ് വേണമായിരുന്നു. നമ്മളൊരു ഫോട്ടോ അയക്കുമ്പോൾ നമ്മുടെ ഗാലറിയിലെ മറ്റു ചിത്രങ്ങളുടെ വിവരങ്ങളും അവർ ശേഖരിക്കുന്നുണ്ടോ? നമ്മൾ എവിടെയാണെന്ന് അവർ ട്രാക്ക് ചെയ്യുന്നുണ്ടോ? ഈ ചോദ്യങ്ങളെല്ലാം ഉയർന്നപ്പോൾ സൗകര്യത്തെക്കാൾ വലുതാണ് സുരക്ഷ എന്ന് സർക്കാർ തീരുമാനിച്ചു. അതോടെ സെൻഡർ ഇന്ത്യൻ പ്ലേ സ്റ്റോറുകളിൽ നിന്ന് അപ്രത്യക്ഷമായി. അധ്യായം 3. സെൻഡറിന് ശേഷം ഇനി എന്ത്? ഹോസ്റ്റ്. സെൻഡർ പോയതോടെ പലരും പഴയ ബ്ലൂടൂത്തിലേക്കും ഡാറ്റ കേബിളുകളിലേക്കും മടങ്ങി. എന്നാൽ ഇന്ന് നമുക്ക് സെൻഡറിനേക്കാൾ മികച്ചതും സുരക്ഷിതമായ ഒരുപാട് വഴികളുണ്ട്. ഫയൽസ് ബൈ ഗൂഗിൾ. ഗൂഗിളിന്റെ സ്വന്തം ആപ്പ്. ഇത് വെറും ഒരു ഫയൽ മാനേജർ മാത്രമല്ല. ഇതിലെ നിയർ ബൈ ഷെയർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് സെൻഡർ പോലെ തന്നെ അതിവേഗത്തിൽ ഫയലുകൾ അയക്കാം. ഇത് മിക്ക ആൻഡ്രോയിഡ് ഫോണുകളിലും ഇപ്പോൾ ലഭ്യമാണ്. നിയർ ബൈ ഷെയർ, ക്വിക്ക് ഷെയർ. സാംസങ് ഫോണുകളിലെ ക്വിക്ക് ഷെയറും ഗൂഗിളിന്റെ നിയർ ബൈ ഷെയറും ഇപ്പോൾ ഒന്നായിട്ടുണ്ട്. ഇത് ആൻഡ്രോയിഡിന്റെ ഒഫീഷ്യൽ ഫയൽ ഷെയറിംഗ് സംവിധാനമാണ്. ഏറ്റവും സുരക്ഷിതമായ മാർഗവും ഇതുതന്നെയാണ്. എന്തായാലും സെൻഡറിന്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ഡിജിറ്റൽ ലോകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ആപ്പും നമ്മുടെ സ്വകാര്യതയിലേക്ക് തുറന്നു വെച്ച ഒരു വാതിലാണ്. ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് എന്തിനൊക്കെയാണ് പെർമിഷൻ ചോദിക്കുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. സൗജന്യമായി കിട്ടുന്ന ഒരു സേവനത്തിൽ പലപ്പോഴും നമ്മുടെ ഡാറ്റയാണ് യഥാർത്ഥ വില. നിങ്ങൾ സെൻഡർ മിസ് ചെയ്യുന്നുണ്ടോ? ഫയലുകൾ ഷെയർ ചെയ്യാൻ നിങ്ങൾ ഇപ്പോൾ ഏതാപ്പാണ് ഉപയോഗിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കരുത്.